ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളീയർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി നടൻ സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ശക്തനും ജനപ്രിയനുമായ വി.എസ്. സുനിൽകുമാർ എത്തുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ. മുരളീധരനും മത്സരിക്കാനെത്തിയിരിക്കുകയാണ്. വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ സംഘപരിവാർ ഭാഗത്തു നിന്നും സുരേഷ് ഗോപി വിജയിച്ചു എന്ന അവകാശവാദങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പ്രസ്തുത അവകാശവാദത്തെ സംഘപരിവാറിന്റെ ജൽപ്പനങ്ങൾക്കപ്പുറം മറ്റൊരു വിലയും നൽകാൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയ 2,93,822 വോട്ടുകളിൽ ഇത്തവണ വലിയ വർധനവ് രേഖപ്പെടുത്തുമെന്നും ആ സാഹചര്യത്തിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നുമാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. 2019 ടി.എൻ. പ്രതാപൻ, രാജാജി മാത്യു തോമസ്, സുരേഷ് ഗോപി എന്നിവരായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. ഇത്തവണ സുരേഷ് ഗോപിക്കൊപ്പം കൊമ്പുകോർക്കാനെത്തുന്നത് വി.എസ്. സുനിൽകുമാർ, കെ. മുരളീധരൻ എന്നിവരാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഉപരി ഇത്തവണ വളരെ ജനകീയനായ സ്ഥാനാർത്ഥിയാണ് CPIക്ക് വേണ്ടി മത്സരിക്കാൻ എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പിടിച്ച വോട്ടുകളേക്കാൾ വളരെ കൂടുതലായിരിക്കും ഇത്തവണ പിടിക്കുന്നത് എന്ന് അവകാശപ്പെടുമ്പോഴും ആ വോട്ടുകൾ കുറയുന്നത് തീർച്ചയായും UDFൻ്റെതായിരിക്കും എന്ന് ഉറപ്പാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ BJPയെ സഹായിച്ച ശബരിമല വിഷയവും UDFനെ സഹായിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന വിശ്വാസവും ഇത്തവണ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളവർ ഒരുമിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ളത്. മലയാളികൾ കണ്ടു പരിചയിച്ച നേതൃസങ്കല്പത്തിൽ നിന്നും വ്യക്തിത്വ സങ്കല്പങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശൈലിയിലുള്ള ഒരാളെന്ന നിലയിലാണ് സുരേഷ് ഗോപി രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായത്. കേരളം നെഞ്ചോട് ചേർത്ത് പിടിച്ച പല നേതാക്കളും ജനകീയരായിരുന്നത് അവരുടെ എളിമ കൊണ്ടും ലളിതമായ ജീവിതം കൊണ്ടുമൊക്കെയായിരുന്നു. ആർക്കും സമീപിക്കാൻ കഴിയുന്നവരും ബൗദ്ധികമായും സരസമായും സംസാരിക്കാൻ കഴിയുന്നവരും ആത്മാർത്ഥതയുള്ളവരും ആകുമ്പോൾ അവർ ജനപ്രിയരായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. അതേസമയം ഇത്തരം പ്രത്യേകതകളില്ലാത്ത നേതാക്കളൊക്കെ പലപ്പോഴും വിജയിച്ചിരുന്നത് സ്വന്തം പാർട്ടിയിലെ അണികൾക്ക് അപ്രമാദിത്വമുള്ള മണ്ഡലങ്ങളിലായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. BJPക്ക് ഏകപക്ഷീയമായ പിന്തുണ ഒന്നുമില്ലാത്ത തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ പാർട്ടിയും അണികളും സുഹൃത്തുക്കളും പ്ലേസ് ചെയ്തിരിക്കുന്നത് ജനങ്ങളെ വളരെയധികം സഹായിക്കുന്നവനായും നിഷ്കളങ്കനായുമൊക്കെയാണ്. വർഷങ്ങളായി തൃശ്ശൂർ മണ്ഡലത്തിലെ വിജയം ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി പല പ്രവർത്തനങ്ങളും നടത്തുന്നുമുണ്ട്. അങ്ങനെയുള്ള പല ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ വഴിയും പ്രമുഖരായ സുഹൃത്തുക്കൾ വഴിയുമൊക്കെ ഒരുപാട് പൊതുജന ശ്രദ്ധയും ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ലഭിച്ച ഒരു വസ്തുതയാണ് ലൂർദ് മാതാവിന് നൽകിയ തങ്കക്കിരീടം. പക്ഷേ ആ ഒറ്റ സംഭവം സുരേഷ് ഗോപിയുടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഉദ്ദേശശുദ്ധിയും ആത്മാർത്ഥതയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. സ്വർണ്ണക്കിരീട വിവാദവും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയായെന്ന് പറയാം. തങ്കക്കിരീട വിഷയത്തിൽ പ്രചരണ സമയത്ത് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരുന്നെങ്കിൽ ആ സത്യസന്ധതയ്ക്ക് നല്ല പിന്തുണ ലഭിച്ചിരുന്നേനെ. ആരോപണം വന്നതിന് ശേഷം അത് തങ്കമാണെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നത് ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ക്രൈസ്തവ വിശ്വാസികൾക്ക് ഒരു നിഷ്കളങ്കതയായി തോന്നിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ സ്ക്രീനിൽ മാത്രം പൊതുജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാസ് പരിവേഷവും ഇമോഷൻസിൻ്റെ കുത്തൊഴുക്കിൽ പലപ്പോഴും പരിധി വിട്ടുള്ള സംസാരവും പെരുമാറ്റവും സിനിമാ ഷൂട്ടിംഗ് പോലെയുള്ള പ്രചരണവും 19 വർഷം മുമ്പുണ്ടായിരുന്ന മാടമ്പി കാരണവന്മാരെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആജ്ഞകളും വെല്ലുവിളികളും അടങ്ങിയ ശരീരഭാഷയുമെല്ലാം എത്രത്തോളം മലയാളികൾ സ്വീകരിക്കും എന്നനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ജയപരാജയങ്ങൾ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് വളരെ സ്വാഭാവികമായ രീതിയിൽ പെരുമാറിക്കൂടാ എന്നുള്ളത്. തമിഴ്നാടും ആന്ധ്രയുമെല്ലാം ഈ രീതിയിൽ താരപരിവേഷമുള്ള സിനിമ നടീനടന്മാരെ വിജയിപ്പിച്ച കാലത്ത് പുച്ഛിച്ചവരായിരുന്നു മലയാളികൾ എന്ന ബോധമെങ്കിലും സുരേഷ് ഗോപിക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് തൃശ്ശൂർ ആകുമെന്ന് BJP അണികൾ കരുതുന്നു. അതുകൊണ്ടാണ് മനസ്സ് നിറയെ നന്മ മാത്രമുള്ള മനുഷ്യനാണ് സുരേഷ് ഗോപി എന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വൈകാരികമായി പോകുന്നത് എന്നുമാണ് BJP അംഗവും സിനിമാ നടനുമായ ദേവൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. 365 ദിവസവും വളരെയധികം വൈകാരികമായി മാത്രം പ്രതികരിക്കുന്ന PC ജോർജാവും കേരളം കണ്ട ഏറ്റവും വലിയ നന്മമരം.